ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 8 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ യാങ്ങും അതുപോലെ തന്നെ നമ്മൾ ഹീറോയും കൂടിയിട്ട് ഹീറോയിൻ്റെ ഒരു ബാത്ത് ടബ് ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശസ്തമല്ലേ, നാട് മൊത്തം അറിയുന്നില്ലേ, അതിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യാങ് കളിയാക്കുവാണ്, ഇപ്പോൾ ഇത്രയും പ്രശസ്തിയുള്ളതിൽ ഞാനും കുളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അത് ടീസ് ചെയ്യുന്ന പോലെ സംസാരിക്കുക. അതുപോലെ തന്നെ യാങ് ചോദിക്കണം, ഓക്കെ നിങ്ങൾ പറഞ്ഞ മറ്റേ ഗോൾഡും അതുപോലെ തന്നെ ആ സിറ്റി ഇല്ലേ, ആ സിറ്റി നിങ്ങൾക്ക് എപ്പോഴാണ് തരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോ പറയണം, ഓക്കെ നമുക്ക് മിനിസ്റ്റേഴ്സും ഈ ഒരു കാര്യത്തിന് എതിരാണ്, മാത്രമല്ല നിനക്ക് അറിയാമല്ലോ നമ്മുടെ ഹീറോയിനും ഈ ഒരു കാര്യത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെപ്പറ്റി നമുക്ക് മാരേജ് എന്തുവായാലും നടക്കട്ടെ, മാരേജ് കഴിഞ്ഞ് മോക്ഷി രാജ്യം കൂടി നമ്മുടെ സൈഡിലായി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ യാങ് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഹീറോ പറയാണ്, പിന്നെ നീ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നിന്ന് ഇച്ചിരി മാറി നിൽക്കുവാണ് നല്ലത്, കാരണം എനിക്കും അവൾക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിനക്ക് അറിയാമല്ലോ, അപ്പോൾ അത് മനസ്സിലാക്കി നീ മാറി നിൽക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കണേ, എന്ത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുക. അപ്പോൾ ഹീറോ പറയും, ഈ പാലസ് മൊത്തം എല്ലാവർക്കും അറിയാം, നിനക്ക് ഈ കാര്യം ഇപ്പോഴും അറിയത്തില്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ യാങ് പറയും, ഇന്നലെ രാത്രി ഞാനും ഹീറോയിനും തമ്മിൽ മനസ്സ് വിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ തമ്മിലൊരു റിലേഷനും ഇല്ലെന്നാണല്ലോ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഹീറോയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുവേ. എന്നിട്ട് ഹീറോ പറയും, എന്ത് നിങ്ങൾ മനസ്സ് വിട്ട് സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റ് എന്ന് പറയുകയാണ്, നമ്മുടെ ഹീറോയും മരിച്ചുപോയി, അവൾ കഴിച്ച കുടിച്ച് കാപ്പിയിൽ വിഷം ഉണ്ടായിരുന്നു, ചായയിൽ വിഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ മരിച്ചു എന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ടെൻഷൻ അടിച്ച് വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മെങ്ങരാജകുമാരൻ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഹീറോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും ആങ്ങളമാരും എല്ലാം കരച്ചിൽ, എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. ആ സമയത്ത് ഹീറോ വന്ന് ഹീറോയും കരയുക, അതുപോലെ തന്നെ യാങ്ങും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അസിസ്റ്റൻ്റ് പറയും, ആരാണ് നമ്മുടെ യുൻ രാജകുമാരിയുടെ മെയ്ഡ് കൊണ്ടുവന്ന് കൊടുത്ത കാപ്പിയിലായിരുന്നു വിഷം ഉണ്ടായിരുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ ചെന്ന് വേഗം ചോദ്യം ചെയ്യുക. അവളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുകയാണ്. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ യുൻ രാജകുമാരി പറയും, ഞങ്ങളതിന് വിഷമൊന്നും അതിൽ കലർത്തിയില്ല, അവൾക്ക് ചൊറിയാനുള്ളൊരു പൊടി മാത്രമേ കലർത്തി കൊടുത്തെന്ന് പറയും. അപ്പോൾ ഹീറോ ഇച്ചിരി കൊണ്ട് ദേഷ്യപ്പെടുക. അപ്പോൾ നീ തന്നെ സമ്മതിക്കുവാണല്ലോ നീ ചൊറിയാളെ പൊടിയെ കലർത്തി കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇതിനെ ന്യായീകരിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മെങ്ങരാജകുമാരി വെറുതെ ഇരിക്കാതെ ആൾ പറയുകയാണ്, നീ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞു വന്നിട്ടുണ്ട് ഹീറോയിനെ ഇഷ്ടമല്ല, പക്ഷെ നീ ഇത്രയും ലെവലിൽ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ സൈഡ് മെങ്ങരാജകുമാരി ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയും ഭയങ്കരമായിട്ട് ദേഷിച്ച് നിൽക്കും. ഇവരുടെ ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ചെന്നിട്ട് പറയുകയാണ്, ഇവളെ ജീവനിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ തലയിൽ പിന്ന് പോലെ സംഭവം കുത്തി വെച്ചിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിൻ ജീവൻ വന്ന് തിരിച്ച് ഭയങ്കരമായിട്ട് ബ്രീത്തൊക്കെ എടുത്തിട്ട് എണീറ്റ് വരികയാണ്. അപ്പോൾ ഹീറോ ഒന്ന് വേഗം അവളെ ഹഗ് ചെയ്യുക. അപ്പോൾ ഇത് കാണുമ്പോൾ യാങ്ങിന് ഇഷ്ടമാവത്തില്ല കേട്ടോ. അപ്പോൾ യാങ് ഇങ്ങനെ ചുമച്ച് കാണിക്കുന്ന സമയത്ത് ഹീറോ അവളേക്ക് വിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, ഇവൾക്ക് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറയണം, ഈ പ്രാവശ്യത്തേക്കും കൂടി എന്നെ ക്ഷമിച്ചു വിടുന്നു പറഞ്ഞിട്ട് യുൻ രാജകുമാരൻ അവിടെ കിടന്ന് ഇതാക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹീറോ പറയാണ്, ഞാനല്ല ഇതിൽ ഡിസൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഹീറോയിനാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് ഹീറോയിൻ പറയാണ്, എനിക്ക് ഇവരുടെ രണ്ടുപേരെയും മുഖം ഇനി കാണാമെന്ന്. അപ്പോൾ ഹീറോ പറയാണ്, നമ്മുടെ യുൻ രാജകുമാരിയും മേടിയും ഈ പാലസിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞിട്ട് ഡിസിഷൻ എടുക്കുക. അതേപോലെ തന്നെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ പറയാണ്, എനിക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം എന്നെ ഒന്നാമത് ഇവർക്ക് ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് ഭയങ്കര ജലസ് അവർക്ക്. അപ്പോൾ ഇവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരണേ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ തുപ്പി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കുടിച്ച കോഫി വന്ന് തുപ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് പറയണം, ഓക്കെ ഇതിൽ പോയിസൺ ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഇത് കുടിച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആരെടുത്ത് കിട്ടുക, യൂനിൻ്റെ അടുത്ത് കിട്ടുക. പക്ഷേ യൂനിന് കുടിക്കുക, കാരണം ഇവൾ തുപ്പി വെച്ചതല്ല, അവൾക്ക് കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ ഇതിങ്ങനെ അറച്ചറച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ ഇവൾ കുടിക്കാതെ തറയിടുന്ന സമയത്ത് തറ വീഴുമ്പോൾ തറ അങ്ങ് ദ്രവിക്കുന്ന പോലെ വരിക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതിനകത്ത് പോയിസൺ ആയിട്ടുണ്ടെന്ന്. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഇവരെല്ലാവരും പിന്നെ എല്ലാം നോർമലായില്ലേ, എല്ലാവരും കൂടി നമ്മുടെ പാലസിനകത്ത് പോയി. അതിനുശേഷം പാലസിനകത്ത് ചെന്ന സമയത്ത് നമ്മുടെ യാങ് ചെന്നിട്ട് ആരെ വഴക്ക് പറയാണ്, നമ്മുടെ രാജകുമാരി അടുത്ത് പറയാം, എനിക്കറിയാം നീ തന്നെയായിരിക്കും എന്ത് ചെയ്തത്, അതിനകത്ത് വിഷം ചേർത്തതെന്ന് അറിയാമെന്ന് പറയുമ്പോൾ രാജകുമാരി സമ്മതിക്കുന്നില്ല, അത് സമ്മതിക്കുന്നില്ല, അവൾ തർക്കിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പാലസിൽ കയറുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അവരുടെ പാലസിലേക്ക് അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഹീറോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും രണ്ട് ചേട്ടന്മാരും കൂടി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ പറയണം, അയ്യോ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീറോയിനെ കൊല്ലണം, അല്ലെങ്കിൽ നമ്മുടെ മൂഷിരാജ് ജനറൽ നമ്മളോട് എന്താ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു, അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഹീറോയിൻ്റെ ഡൗട്ട് ഇവരെന്തിങ്ങനെ സംസാരിക്കുന്നതെന്ന്.
അപ്പോൾ ഹീറോയിൻ അതിനകത്ത് കയറി ചെന്നിട്ട് ഇവരോട് ചോദിക്കുവാണ്, നമ്മുടെ അമ്മയെ കൊന്നില്ലേ, ഹീറോ കൊന്നില്ലേ, അത് എന്നാ കൊന്നേന്ന് ചോദിക്കണം. അപ്പോൾ ഇവരെല്ലാവരും പലരും പല ഡേറ്റ് പറയും, ആർക്കും ഡേറ്റ് അറിയത്തില്ല. അതുകൊണ്ട് എന്താണ് നമ്മുടെ അവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ പറയുകയാണ്, ആര് പറയും, സെക്കൻഡ് ബ്രദർ പറയും, അവനാണ് കറക്റ്റ് ഓർത്ത് വെച്ചേക്കുന്നത്, അവൻ്റെ കാര്യം ചവിട്ടുക. അപ്പോൾ അവൻ ഒരു ഡേറ്റും സമയവും നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ അത് ഓർത്തിട്ട് ചെന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, എന്താണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ മരിച്ചെന്ന് പറഞ്ഞ സമയത്ത് എന്തോ എടുക്കുമായിരുന്നു. അപ്പോൾ ഹീറോ പറയണേ എനിക്കന്ന് 10 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ ഹീറോയും മനസ്സിലാക്കിയോ, അപ്പോൾ ഇവർ 3 പേരും എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും 2 ചേട്ടന്മാരും എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാണല്ലേ എന്ന് വിചാരിക്കുവാണ്. അതേപോലെ തന്നെ ഹീറോയിൻ വന്ന് കുറച്ച് എന്താ പറയുന്നത് ചെമ്മീൻ കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഹീറോയിന് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഇത് കഴിക്കാനെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഹീറോ ചോദിക്കണം ഹീറോയിൻ്റെ അടുത്ത്, ഇതിനെ നീ എനിക്ക് കൊണ്ടുവന്ന് ചോദിക്കണം, രാവിലെ എനിക്ക് വേണ്ടി കുറേ കരഞ്ഞതല്ലേ, അതുകൊണ്ട് കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ അവനത് ശരിക്കും കഴിക്കാൻ അറിയാത്തതുകൊണ്ട് ഹീറോയിൻ പറയും ഇങ്ങനെയല്ല കഴിക്കണം, തലവടക്കിനെ അങ്ങനെ എടുത്ത് വിഴുങ്ങുമല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, സോസയെ മുക്കി തിന്നുന്ന കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഹീറോ ചോദിക്കുക എനിക്ക് തരാൻ പറയും ഇത്രയും എരിവുള്ളതൊക്കെ ഇങ്ങനെ മഹാരാജാവ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്ന പോലെ കാണിച്ച് അവരങ്ങനെ എന്താ പറയുന്നത് അവർ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ നടന്നു വരിക, പാലസിലെ വഴിയിലൊക്കെ നടന്നു വരുന്ന സമയത്ത് ഹീറോയിൻ ആലോചിക്കുകയാണ്, ഇനി അവരെൻ്റെ എന്താ പറയുന്നത് പേരൻസ് അല്ലയോ അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് അല്ലയോ എൻ്റെ ഫാമിലി അല്ല എന്നെല്ലാം തോന്നുന്നതെന്ന് പറയാം. ഇതേ സമയം തന്നെ കാണിക്കുവാണെങ്കിൽ എന്താണ് നമ്മുടെ സിലാനെ പറഞ്ഞു വിടാൻ എന്നുവെച്ചാൽ കൂടെ പറഞ്ഞിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നല്ലോ, ഇച്ചിരി പെൺകൊന്ന പോലെ ഒരു രാജകുമാരനില്ലായിരുന്നോ. അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ വിടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ മഹാരാജാവിനെ അറിയിക്കും എന്ത് മൂഷി രാജ്യത്തിൽ ഒരാളെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഒളിപ്പിച്ച് പാർപ്പിച്ചേക്കുന്നെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല പണി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ എൻ്റെ കൂടെ പറഞ്ഞു വിടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ഭീഷണിപ്പെടുത്തില്ല. ആ സമയത്ത് ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ യൂറിനൊക്കെ ബക്കറ്റിലാക്കി വെച്ച് കാണത്തില്ലേ വേസ്റ്റ്, അത് കൊണ്ടുവന്ന് ആരുടെ മേലൊഴിക്കും, ഈ രാജകുമാരൻ പോലത്തെ പയ്യനില്ലേ അവൻ്റെ മേൽ കൊണ്ടുവന്ന് ഒഴിക്കും. അപ്പോൾ അവനങ്ങ് നോക്കുമ്പോൾ എന്തുവാ ഭയങ്കര മൂത്രം കുമ്പുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഇവരെല്ലാവരും തമ്മിൽ പൊരിഞ്ഞ വഴക്കാവും. എന്നിട്ട് ആ രാജകുമാരനെ ഇവരിവിടുന്ന് ഓടിച്ച് കളയും. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹീറോ എണീറ്റ് വരുമ്പോൾ കാണുന്നത് അവൻ്റെ ചുണ്ടത്തെല്ലാം എന്താണ് അലർജിയായി. കാരണം ഇന്നലെ കഴിച്ച ആ ചെമ്മീൻ വന്ന് അവന് സെറ്റായിട്ടില്ല. അപ്പോൾ ഹീറോ വിചാരിക്കാം ദൈവം ഇതെനിക്ക് സെറ്റായില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഹീറോ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് നമ്മുടെ ആരുടെ അടുത്ത് ഇറങ്ങി യുൻ രാജകുമാരുടെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലോ മെയ്ഡിൻ്റെ അടുത്തും. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് പറയണം അവളുടെ അമ്മയുടെ അടുത്ത് ഒരു അമ്മ ഒന്ന് മറ്റേ ക്യൂൻ മദറിൻ്റെ അടുത്ത് ഒന്ന് എന്ന് വെച്ചാൽ മാതാവിൻ്റെ അടുത്ത് ഒന്ന് കെഞ്ചിയിട്ട് എങ്ങനെയെങ്കിലും എന്നെ അകത്ത് കയറ്റമ്മയെന്ന് പറയുമ്പോൾ അവളുടെ അമ്മ യുൻ രാജകുമാരുടെ അമ്മ പറയാണ് മോളൊന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പോഴും രാജാവിൻ്റെ കോപം അടങ്ങിയിട്ടില്ല, അവൻ്റെ കോപമൊക്കെ അടങ്ങുന്ന സമയത്ത് ഞാൻ എങ്ങനെയും കാല് പിടിച്ചിട്ടാണെങ്കിൽ നിന്നെ ഇതിനകത്ത് കയറ്റിക്കോളാം എന്നും പറഞ്ഞിട്ട് എന്താ പറയുന്നത് മറ്റേ യുൻ രാജകുമാരിയുടെ അമ്മ കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടുവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ താമസിക്കുന്ന പാലസിൽ അവർ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും 2 ചേട്ടന്മാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയിൻ വന്ന് സിലാനെ ആർക്ക് പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി, നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് അവളെ രക്ഷിക്കണമല്ലോ, മറ്റേ പെൺകൊന്ന രാജകുമാരൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പോയിട്ട് ഇതുവരെ അവർ കാണാത്തതിനോട് ടെൻഷനായി നിൽക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേട്ടനാണെങ്കിൽ ആകെ സിലാനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ വഴക്ക് പറയും, അച്ഛനും അതുപോലെ മൂത്ത ചേട്ടനൊക്കെ വഴക്ക് പറയും, നീ എന്തുവാടേ അവളെ പറ്റി മാത്രം ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഹീറോയിനെ വെച്ചാൽ പേടിയെന്ന് മൂത്ത ചേട്ടൻ പറയാം. അവൾക്ക് ഇനി എന്തെങ്കിലും നമ്മളെപ്പറ്റി സംശയം തോന്നിയോ എന്നുള്ള പേടിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ പറയും ഞാൻ എന്തായാലും അവരൊന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാം. ഇതേ സമയം ഇവർ 3 പേരും നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ, ഹീറോയിൻ, അതുപോലെ തന്നെ എന്താ പറയുന്നത് സിലാൻ, ഇവർ 3 പേരും കൂടി ഈ രാജകൊട്ടാരത്തിൽ മാത്രം എത്രയും നല്ല പൈസ രാജകുമാരിമാർക്ക് മാത്രം യൂസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് ഫുഡ് അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുക, അതൊരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ ഹീറോയിൻ പറയാം അവൾക്ക് ഇത് എവിടെയോ കണ്ടൊരു ഇതുണ്ട്, കാരണം അവൾ ഓൾറെഡി അവിടുത്തെ രാജാവായിരുന്നല്ലോ. അപ്പോൾ എവിടെയാണെന്ന് അവൾക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവർ നമ്മളിങ്ങനെ വെയിറ്റ് നിൽക്കുന്നത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ അവർ 3 പേരും വൈൻ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ 3 പേരും പ്രതിജ്ഞ എടുക്കുകയാണ്, നമ്മൾ ഇനി എന്താണ് 3 പേരും സിസ്റ്റേഴ്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രതിജ്ഞ എടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ട് യാങ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ യാങ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് രണ്ടാമത്തെ ചേട്ടൻ ടെൻഷൻ, ഇനി സിലാൻ ആണോ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുവാണ് രണ്ടാമത്തെ ചേട്ടൻ നിങ്ങൾ ആരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാങ് പറയും ഞാനേ ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ചേട്ടന് ഇച്ചിരി സമാധാനമാവുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പോകുന്ന സമയത്ത് ആരെ കാണും, സ്റ്റെപ്പ് കയറാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണും. അപ്പോൾ ഇവളുടെ കാല് തട്ടിയിട്ട് എന്താ പറയുന്നത് ഇവൾ വന്ന് ഹീറോയ്ക്ക് കിസ് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറി പോകുമ്പോഴൊക്കെ ഹീറോ അവൾക്ക് കിസ് ചെയ്ത് പോയിട്ട് ഇവൻ തള്ളി മാറ്റുമ്പോൾ ഇവൾ തറയെ വീണിട്ട് ഇവൾ തലയിടിക്കുന്ന സമയത്ത് ഇവൾക്ക് എല്ലാ കാര്യവും ഓർമ്മ, പണ്ടത്തെ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരും. എന്നിട്ട് ഇവൾ മറ്റേ ഹീറോ ഇരിക്കുന്ന ഇരിപ്പിടമില്ലേ അവിടെ ചെന്ന് നിന്നിട്ട്
ഇവൾക്കങ്ങ് തലവേദന എടുക്കുന്നു. കാരണം പണ്ടത്തെ മെമ്മറീസ് എല്ലാം തിരിച്ചു വന്നല്ലോ. അപ്പോൾ മനസ്സിലായി ഇവളാ രാജാവും മൂഷി രാജ്യത്തിലെ രാജാവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവൾ അവിടുത്തെ എന്താ പറയുന്നത് നമ്മുടെ ഹീറോ ഇരിക്കേണ്ട ഇരിപ്പിടമില്ലേ മറ്റേ രാജാക്കന്മാരിരിക്കുന്നത് അവൾ കയറി ഇരുന്നിട്ട് ഹീറോ വന്നിട്ട് പറയുകയാണ് നീ ഇരിക്കേണ്ട സ്ഥലമല്ല അത്, അതുകൊണ്ട് എണീക്കാൻ പറയും അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ പേര് വിളിച്ചിട്ടാണ് നിനക്ക് ഞാൻ അറിയാവോ എന്ന് ചോദിക്കും. ഞാനാണ് മൂഷി രാജ്യത്തിലെ രാജാവെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇത് കേട്ട് നമ്മുടെ ഹീറോ ഞെട്ടി നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.